ഹലോ എവരിവൺ, എല്ലാവർക്കും പാത്വേസ് അക്കാഡമിയുടെ ഡെയിലി ന്യൂസ് അനാലിസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്സ് ഡിജി യാത്ര, പൃഥ്വി സ്കീം, പോയം, പൊളിറ്റിക്കലി എക്സ്പോസ്ഡ് പേഴ്സൺസ്, ലിംഗ്വിസ്റ്റിക് ഐഡന്റിറ്റി ആൻഡ് ചാലഞ്ചസ്, വൺ നേഷൻ വൺ ഇലക്ഷൻ. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിജി യാത്രയെക്കുറിച്ചാണ്. ഈ ഡിജി യാത്രയുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത്, ഇപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് വലിയ രീതിയിൽ ബേസിക്കലി പ്രൊമോട്ട് ചെയ്യുന്ന ഒരു കൺസെപ്റ്റാണ് ഈ ഡിജി യാത്ര എന്ന് പറയുന്നത്. ഏകദേശം ഒരു 2022 ഡിസംബറിലാണ് ഇത് റോൾ ഔട്ട് ചെയ്യുന്നത്. അപ്പോൾ ബേസിക്കലി ഡിജി യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയേ ഉള്ളൂ, നമുക്ക് പേപ്പർലെസ് ആയിട്ടുള്ള ഈ പറയുന്ന പാസഞ്ചർ പ്രോസസ്സിങ് എയർപോർട്ടുകളിലൂടെ അലോ ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഈ ഡിജി യാത്ര എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് ഇതൊരു വളണ്ടറി ആയിട്ടുള്ള പ്രോസസ്സാണ്. അതായത് ഈ ആളുകളുടെ ഫേഷ്യൽ റെക്കഗ്നിഷനും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ റൈറ്റ് ടു പ്രൈവസി എന്ന് പറയുന്ന ഫണ്ടമെന്റൽ റൈറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യം ആയതുകൊണ്ട് തന്നെ ആളുകളുടെ കൺസെന്റ് ഇതിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇത് വളണ്ടറി ആണെന്ന് പറയുന്നത്. പക്ഷെ അങ്ങനെ ഈ ഡിജി യാത്രയിൽ സൈൻ അപ്പ് ചെയ്യാത്ത ആൾക്കാരെ പോലും ഇത്തരത്തിൽ ഫേഷ്യൽ റെക്കഗ്നിഷൻ ക്യാമറാസ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് ഫോട്ടോ എടുക്കുന്ന രീതിയിലൊരു പരാതി ഇപ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടത് ഹിന്ദുവിൻ്റെ പേജ് 1 ഇന്ന് അവർ ഈ ഡിജി യാത്രയുടെ ഈ ഒരു ഇഷ്യൂവിനെ കുറിച്ച് ഒരു ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഡിജി യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഡിജിറ്റൽ ഇനീഷ്യേറ്റീവ് ആണ്. മിനിസ്ട്രി ഓഫ് സിവിൽ ഏവിയേഷൻ ആണ് ഇത് ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിന്റെ പർപ്പസ് എന്ന് പറയുന്നത് പേപ്പർലെസ് ആയിട്ടുള്ള എയർ ട്രാവൽ അലോ ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ പർപ്പസ് എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ എയർപോർട്ടുകളിൽ ഉണ്ടാകുന്ന കൺജഷനൊക്കെ ഇതിലൂടെ വലിയ രീതിയിൽ കുറക്കാൻ പറ്റും. ഇപ്പോൾ ഈ ഡിജി യാത്ര ബേസിക്കലി പേപ്പർലെസ് ആയിട്ടുള്ള ട്രാവൽ അലോ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബയോമെട്രിക് ടെക്നോളജി ഉപയോഗിച്ചിട്ടാണ്. ഫേഷ്യൽ റെക്കഗ്നിഷൻ പോലുള്ള കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഇതിനകത്ത് യൂസ് ചെയ്യുന്നത്. അതായത് ഈ പാസഞ്ചേഴ്സിന്റെ ഐഡന്റിറ്റി വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ ഫേഷ്യൽ റെക്കഗ്നിഷനാണ് പ്രധാനമായിട്ടും ഇതിനകത്ത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ പേപ്പർ ഡോക്യുമെന്റുകളില്ലാതെ തന്നെ ഈ വെരിഫിക്കേഷനും കാര്യങ്ങളൊക്കെ നടത്താൻ പറ്റും. അത് സീംലെസ് ആയിട്ടുള്ള ഈ പറയുന്ന എയർ ട്രാവൽ അലോ ചെയ്യും എന്നുള്ളതാണ് ഇതിന്റെ ബെനിഫിറ്റ്. പക്ഷെ അറ്റ് ദ സെയിം ടൈം ഇതിന് കൺസെന്റ് കൊടുക്കാത്ത ആൾക്കാരെ കൂടി ഇതിനകത്ത് ഉൾക്കൊള്ളിക്കുന്നു എന്നുള്ളത് ഒരു വലിയൊരു പ്രൈവസി കൺസേൺ ആയിട്ട് ഇപ്പോൾ ആളുകൾ പറയുന്നുണ്ട്. ഇനി രണ്ടാമത്തെ ഒരു ടോപ്പിക് എന്ന് പറയുന്നത് പൃഥ്വി സ്കീമാണ്. ഇതിനെക്കുറിച്ച് ദ ഹിന്ദുവിന്റെ പേജ് 10 ഈ പൃഥ്വി സ്കീമിനെ കുറിച്ച് ഒരു ആർട്ടിക്കിൾ അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതായത് ഈ ക്യാബിനറ്റ് ഇതിനുള്ള ഒരു നോഡ് കൊടുത്തു അല്ലെങ്കിൽ അപ്രൂവൽ കൊടുത്തു എന്നുള്ളൊരു സംഭവം ഒരു ന്യൂസ് ആയിട്ട് അവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പൃഥ്വി സ്കീമിന്റെ ഒരു കോണ്ടെക്സ്റ്റ് ഞാൻ പറഞ്ഞു. ഇത് 2021-26 കാലഘട്ടത്തിലേക്ക് മിനിസ്ട്രി ഓഫ് എർത്ത് സയൻസിന്റെ കീഴിലാണ് ഇത് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. അപ്പോൾ അതിനുള്ള ക്യാബിനറ്റ് അപ്രൂവൽ ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഈ പൃഥ്വി സ്കീം, അതിന്റെ കോമ്പോണൻസ് എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, അപ്പോൾ ഇതിനകത്ത് നിലവിലുള്ള ഒരു 5ഓളം ഓൺഗോയിങ് ആയിട്ടുള്ള സബ് സ്കീംസ് ഉണ്ട്. അപ്പോൾ സബ് സ്കീംസ് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് അറ്റ്മോസ്ഫിയർ ആൻഡ് ക്ലൈമറ്റ് റിസർച്ച് മോഡലിംഗ് ഒബ്സർവിംഗ് സിസ്റ്റം ആൻഡ് സർവീസസ്, അല്ലെങ്കിൽ ആക്രോസ് എന്ന് പറയും. അതുപോലെ തന്നെ ഓഷ്യൻ സർവീസസ് മോഡലിംഗ് ആപ്ലിക്കേഷൻ റിസോഴ്സസ് ആൻഡ് ടെക്നോളജി ഓസ്മാർട്ട്, പോളർ സയൻസ് ആൻഡ് ക്രയോസ്ഫിയർ റിസർച്ച് അല്ലെങ്കിൽ പേസർ, സെസിമോളജി ആൻഡ് ജിയോ സയൻസ് സേജ്, റിസർച്ച് എഡ്യൂക്കേഷൻ ട്രെയിനിങ് ആൻഡ് ഔട്ട്റീച്ച്, റീച്ച് ഔട്ട് എന്ന് പറയും. ഇത്രയും 5 പ്രോഗ്രാംസ് ആണ് നിലവിൽ ഇതിന്റെ കീഴിൽ വരുന്നത്. അപ്പോൾ ഇത് ജസ്റ്റ് ഈ ഒരു 5 സബ് കോമ്പണൻസ് ഉള്ള ഒരു പ്രോഗ്രാമാണ്. എർത്ത് സയൻസിന്റെ കീഴിലാണ് ഇത് വരുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇനി അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്, ഇത് സയൻസ് ആൻഡ് ടെക്നോളജി റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ടോപ്പിക്കാണ് നമ്മുടെ GS പേപ്പർ 3 വരുന്നത്. അപ്പോൾ ISROയുടെ ആയിട്ട് ബന്ധപ്പെട്ട ഒരു പോയം എന്ന് പറയുന്ന കാര്യമാണ് നമ്മുടെ അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പോയമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യൻ എക്സ്പ്രസിന്റെ പേജ് 7 ഒരു ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ജസ്റ്റ് ഇതൊന്നുമില്ല, നിലവിൽ ISRO പുതുതായിട്ട് യൂസ് ചെയ്യുന്ന ഒരു സംഗതിയാണ് ഈ പോയം, അല്ലെങ്കിൽ PSLV ഓർബിറ്റൽ എക്സ്പെരിമെന്റ് പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഈ PSLV ഓർബിറ്റ് എക്സ്പെരിമെന്റൽ പ്ലാറ്റ്ഫോം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ നമുക്കറിയാം ഈ റോക്കറ്റ് ലോഞ്ച് ചെയ്യുന്ന സമയത്ത് PSLV റോക്കറ്റിനൊക്കെ മൾട്ടിപ്പിൾ സ്റ്റേജസ് ഉണ്ട്. അപ്പോൾ ഈ PSLV റോക്കറ്റ് ലോഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ PSLVയുടെ 4th സ്റ്റേജിൽ വരുന്ന അതിന്റെ 4th സ്റ്റേജ് ആയിട്ട് വരുന്ന കോമ്പോണന്റ്, അത് ബേസിക്കലി അപ്പർ അറ്റ്മോസ്ഫിയറിൽ എത്തിക്കഴിഞ്ഞാൽ അത് ഈ പറയുന്ന ബാക്കിയുള്ള പെയ്ലോഡിൽ നിന്ന് മാറും. അപ്പോൾ അത് യൂഷ്വലി സംഭവിക്കുക നമ്മുടെ ലോ എർത്ത് ഓർബിറ്റിനകത്ത് അല്ലെങ്കിൽ ഒരു എർത്ത് ഓർബിറ്റിനകത്ത് അത് കുറേ കാലം ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കും. അപ്പോൾ അതിനെ ഒരു ടെസ്റ്റ് ബെഡ് ആയിട്ട് യൂസ് ചെയ്യാണ് ഈ PSLV ഓർബിറ്റൽ എക്സ്പെരിമെന്റൽ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനൊരു ടെസ്റ്റ്, ഇത് ഓൾറെഡി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു മൈക്രോ ഗ്രാവിറ്റി എൻവയോൺമെന്റിൽ എർത്തിനെ സറൗണ്ട് ചെയ്ത് കുറേ കാലം ഒരു സ്പേസ് ജങ്ക് ആയിട്ട് കിടക്കുന്ന ഒരു സാധനമാണ് ഈ PSLVയുടെ 4th സ്റ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന 4th സ്റ്റേജ് ഒരു വേസ്റ്റ് ആയിട്ട് കിടക്കുന്ന ഒരു സാധനത്തിനെ ഒരു പർപ്പസ്ഫുൾ ആയിട്ട് ഒരു ഉപകാരപ്പെടുന്ന കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കുക എന്നുള്ളതാണ് ഈ PSLV ഓർബിറ്റൽ എക്സ്പെരിമെന്റ് പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്. ഈ 4th സ്റ്റേജിനെ വിളിക്കുന്ന പേരാണ് ഈ PSLV ഓർബിറ്റൽ എക്സ്പെരിമെന്റ് പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്. ഇനി ഇത്തരത്തിൽ പേര് കൊടുക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 4th സ്റ്റേജിനകത്ത് ഇതൊരു മൈക്രോ ഗ്രാവിറ്റി എൻവയോൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇതൊരു ടെസ്റ്റ് ബെഡ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്തരത്തിൽ ആദ്യമായിട്ട് ISRO റീസെന്റ് ഒരു ഫ്യൂവൽ സെല്ല് ഇതിനകത്ത് എക്സ്പെരിമെന്റൽ ആയിട്ട് പരീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ്
ഈ PSLV ഓർബിറ്റൽ എക്സ്പെരിമെന്റൽ പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ പോയം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് എന്ന് പറയുന്നത് പൊളിറ്റിക്കലി എക്സ്പോസ്ഡ് പേഴ്സൺ ആണ്. സോ ഇന്ത്യൻ എക്സ്പ്രസിന്റെ പേജ് 13 ഈ ഒരു ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ പൊളിറ്റിക്കലി എക്സ്പോസ്ഡ് പേഴ്സൺ എന്നുള്ളത് ഓൾറെഡി നമ്മുടെ ഇന്ത്യയിലുള്ള ഈ RBIയുടെ റെഗുലേഷൻസിനകത്ത് വരുന്ന ബാങ്കിങ് ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു ടേം ആണ്. അപ്പോൾ അതിന്റെ ഡെഫിനിഷനകത്ത് RBI ഇപ്പോൾ റീസെന്റ് ഒരു മാറ്റം വരുത്തിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഈ പൊളിറ്റിക്കലി എക്സ്പോസ്ഡ് പേഴ്സൺസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മുടെ എക്കണോമിക്സുമായിട്ട് GS3 വരുന്ന എക്കണോമിക്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഈ ഒരു ടോപ്പിക് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇതിനകത്ത് ഈ RBI റീസെന്റ് അവരുടെ KYC നോംസിനകത്ത് അല്ലെങ്കിൽ KYC മാസ്റ്റർ ഡയറക്ഷനകത്ത് വരുത്തിയിട്ടുള്ള മാറ്റം അനുസരിച്ച് പൊളിറ്റിക്കലി എക്സ്പോസ്ഡ് പേഴ്സൺസിന് പുതിയൊരു ഡെഫിനേഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊളിറ്റിക്കലി എക്സ്പോസ്ഡ് പേഴ്സൺസിന്റെ ഡെഫിനേഷനായിട്ട് പറയുന്നത് ഇൻഡിവിജ്വൽസ് ഹൂ ആർ ഓർ ഹാവ് ബീൻ എൻട്രസ്റ്റഡ് വിത്ത് പ്രോമിനന്റ് പബ്ലിക് ഫങ്ഷൻസ് ബൈ എ ഫോറിൻ കൺട്രി, അതുപോലെ തന്നെ ഇൻക്ലൂഡിംഗ് ദ ഹെഡ്സ് ഓഫ് സ്റ്റേറ്റ്സ് ഓർ ഗവൺമെന്റ്, സീനിയർ പൊളിറ്റീഷ്യൻസ്, സീനിയർ ഗവൺമെന്റ് ഓർ ജുഡീഷ്യൽ ഓർ മിലിറ്ററി ഓഫീസേഴ്സ്, സീനിയർ എക്സിക്യൂട്ടീവ്സ് ഓഫ് സ്റ്റേറ്റ് ഓൺഡ് കോർപ്പറേഷൻസ് ആൻഡ് ഇമ്പോർട്ടൻറ്റ് പൊളിറ്റിക്കൽ പാർട്ടി ഒഫീഷ്യൽസ്. സോ ഇത്രയും കാറ്റഗറി പെടുന്നവരാണ് പൊളിറ്റിക്കലി എക്സ്പോസ്ഡ് പേഴ്സൺസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിന്റെ ഈ പുതിയ ഡെഫിനേഷനകത്ത് നമ്മൾ പഴയ ഡെഫിനേഷനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരു പ്രധാനപ്പെട്ട മാറ്റം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള പബ്ലിക് ഫങ്ഷൻസ് ഒരു വിദേശ രാജ്യത്തിന് വേണ്ടി ചെയ്യുന്ന ആളുകളെ കൂടി ഈ പൊളിറ്റിക്കലി എക്സ്പോസ്ഡ് പേഴ്സൺസ് എന്ന് പറയുന്ന ക്ലാസിഫിക്കേഷനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ പൊളിറ്റിക്കലി എക്സ്പോസ്ഡ് പേഴ്സൺസിന്റെ നേരത്തെ ഉണ്ടായിരുന്ന ഡെഫിനേഷൻ ഒരു ഹൈലി ഓപ്പണൻറ്റഡ് ആയിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് ഡെഫിനേഷൻ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കൃത്യമായിട്ടുള്ള ക്ലാരിറ്റി ആ ഡെഫിനേഷനകത്ത് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉണ്ടായിരുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പൊളിറ്റിക്കലി എക്സ്പോസ്ഡ് ആയിട്ടുള്ള പേഴ്സൺസിന് ഒരു ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനോ അവർക്ക് ലോണുകൾ കിട്ടാനൊക്കെ വളരെ ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ പുതുതായിട്ടുള്ള കൊണ്ടുവന്നിട്ടുള്ള ഈ ഡെഫിനേഷൻ കുറച്ചും കൂടി ഒരു ക്ലാരിറ്റി കൊടുക്കുന്നതുകൊണ്ട് ഇവർക്കും ഫോർമൽ ആയിട്ടുള്ള ബാങ്കിങ് സർവീസസിലേക്ക് കൂടുതൽ ആക്സസ് കിട്ടും എന്നുള്ളതാണ് ഇതുകൊണ്ട് ഇപ്പോൾ ലക്ഷ്യം വെക്കുന്നത്. ഇനി അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് ലിംഗ്വിസ്റ്റിക് ഐഡന്റിറ്റി ആൻഡ് ചാലഞ്ചസ് ആണ്. ഇപ്പോൾ നമ്മുടെ GS പേപ്പർ 2 ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ടോപ്പിക്കാണ്, അല്ലെങ്കിൽ പൊളിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഈ ലിംഗ്വിസ്റ്റിക് ഐഡന്റിറ്റി ആൻഡ് ചാലഞ്ചസ്. പ്രൈമർലി അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ടോപ്പിക്കാണിത്. നമ്മൾ സ്റ്റേറ്റ്സ് റീഓർഗനൈസേഷൻ്റെ ഒക്കെ സമയത്ത് മേ ബി നിങ്ങൾ പൊളിറ്റിക്കകത്ത് ഇതിനെക്കുറിച്ച് അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് പോസ്റ്റ് ഇൻഡിപെൻഡൻസ് ഹിസ്റ്ററി പഠിച്ചപ്പോഴെങ്കിലും ഇതിൻ്റെ ചില ആസ്പെക്ട്സ് ഒക്കെ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഈ ലിംഗ്വിസ്റ്റിക് ഐഡന്റിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കർണാടകയിൽ ഈ കന്നഡ ലാംഗ്വേജിനെ അവിടുത്തെ സൈൻ ബോർഡുകളിലൊക്കെ കന്നഡ ലാംഗ്വേജ് മാൻഡേറ്ററി ആക്കണം എന്ന് പറഞ്ഞിട്ട് കുറച്ച് കാലമായിട്ട് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളും സമരങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഈ ലിംഗ്വിസ്റ്റിക് ഐഡന്റിറ്റി ആൻഡ് ചാലഞ്ചസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ലിംഗ്വിസ്റ്റിക് ഐഡന്റിറ്റി ആൻഡ് ലാംഗ്വേജസിന്റെ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇഷ്യൂസ് എന്തൊക്കെയാണെന്ന് ആദ്യം നോക്കിക്കഴിഞ്ഞാൽ ആദ്യം എന്താണ് ലിംഗ്വിസ്റ്റിക് ഐഡന്റിറ്റി എന്ന് മനസ്സിലാക്കുക. ഒരു ലാംഗ്വേജിന്റെ അടിസ്ഥാനത്തിൽ ഉള്ള ഐഡന്റിറ്റിയാണ് നമ്മൾ ലിംഗ്വിസ്റ്റിക് ഐഡന്റിറ്റി എന്ന് പറയാം. അപ്പോൾ ഇതിന്റെ ഇഷ്യൂസ് ആയിട്ട് പറയുന്ന കാര്യങ്ങൾ, ഈ ലിംഗ്വിസ്റ്റിക് ഐഡന്റിറ്റിയുടെ ഇഷ്യൂസ് ആയിട്ട് പറയുന്ന കാര്യങ്ങൾ, ഒന്ന് ലാംഗ്വേജ് ബേസ്ഡ് റീജിയണലിസത്തിനെ ഇത് വലിയ ഇതിൽ പ്രോപ്പ് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. ഓക്കെ, അത് റീജിയണലിസം കൂടുതൽ സ്ട്രെങ്തൻ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ലാംഗ്വേജിന്റെ പേരിലുള്ള ഇഷ്യൂസും അതുമായിട്ട് ബന്ധപ്പെട്ട് കൂടാനുള്ള ചാൻസസ് ഉണ്ട്. ഇനി അതുപോലെ തന്നെ കൾച്ചറൽ പ്രിസർവേഷൻ ആൻഡ് എക്കണോമിക് കൺസിഡറേഷൻ, അതായത് ഈ പറയുന്ന ഈ സൈൻ ബോർഡുകൾ ഇപ്പോൾ കർണാടക പോലുള്ള സ്റ്റേറ്റുകളിലൊക്കെ ഈ സൈൻ ബോർഡുകൾ ഇങ്ങനെ കന്നഡ ലാംഗ്വേജിലേക്ക് മാറ്റണം എന്ന് പറയുന്ന സമയത്ത് അതിൻ്റെതായിട്ടുള്ള എക്കണോമിക് ഇംപ്ലിക്കേഷൻസ് അവിടെ ഉണ്ടാവും എന്നുള്ളൊരു കാര്യം ഓർത്തിരിക്കുക. അതായത് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിനെയൊക്കെ അത് നെഗറ്റീവ്ലി അഫക്റ്റ് ചെയ്യും. ഇത് സം കൈൻഡ് ഓഫ് ഒരു വിജിലൻറ്റിസത്തിലേക്ക് നയിക്കും. ലോ എൻഫോഴ്സ്മെന്റ് ഏജൻസീസിന് വലിയ ഇതിലൊരു ബേർഡൻ ഉണ്ടാക്കും. അതുപോലെ തന്നെ ഒരു കോസ്മോപൊളിറ്റൻ നേച്ചറിലുള്ള സിറ്റീസിനൊക്കെ ഇത് വളരെ നെഗറ്റീവ്ലി, ബാംഗ്ലൂർ പോലുള്ള സിറ്റീസിനൊക്കെ നെഗറ്റീവ്ലി ബാധിക്കും. അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് കോംപ്ലക്സിറ്റീസ് ഇത് കൊണ്ടുവരാനുള്ള ചാൻസ് ഉണ്ട്. ഇനി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് ലാംഗ്വേജുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട ചില പ്രൊവിഷൻസും കൂടി അറിഞ്ഞിരിക്കുക. ഒന്ന്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആർട്ടിക്കിൾ 29 ഈ പ്രൊട്ടക്ഷൻ ഓഫ് ഇൻട്രസ്റ്റ് ഓഫ് മൈനോറിറ്റീസിനകത്ത് എന്ത് പറയുന്നുണ്ട്, ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റീസിന്, അതായത് ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ഒരു ലാംഗ്വേജോ സ്ക്രിപ്റ്റോ കൾച്ചറോ ഉള്ള മൈനോറിറ്റീസിന്, അത് ലിംഗ്വിസ്റ്റിക്കോ റിലീജിയസോ ആവാം, ഇത്തരത്തിലുള്ള മൈനോറിറ്റീസിന് അത് കൺസേർവ് ചെയ്യാനുള്ള റൈറ്റ്സ് ഉണ്ട്, അല്ലെങ്കിൽ അത് പ്രിസേർവ് ചെയ്യാനുള്ള റൈറ്റ്സ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. പിന്നീട് സുപ്രീം കോടതി ഇത് ഇന്ത്യയിലുള്ള എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഈ ഒരു റൈറ്റിന്റെ പ്രൊട്ടക്ഷൻ കിട്ടുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അറ്റ് ദ സെയിം ടൈം മനസ്സിലാക്കുക, ഒരു സ്വന്തമായിട്ട് ലാംഗ്വേജ് ഉള്ള ആളുകൾക്ക് അത് കൺസേർവ് ചെയ്യാനുള്ള ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ആർട്ടിക്കിൾ 29 കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആർട്ടിക്കിൾ 343 അനുസരിച്ച് നമ്മുടെ ഇന്ത്യൻ റിപ്പബ്ലിക്കിന്റെ, അതായത് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന്റെ ഒഫീഷ്യൽ ലാംഗ്വേജ് ഏതാണെന്ന് പറയുന്നുണ്ട്. അതായത് ഈ ദേവനാഗരി സ്ക്രിപ്റ്റിലുള്ള ഹിന്ദി ആയിരിക്കും ഇന്ത്യയുടെ ഒഫീഷ്യൽ ലാംഗ്വേജ് എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ആദ്യത്തെ ഒരു 15 വർഷം, അതായത് 1965 വരെ ഇംഗ്ലീഷും ഒരു ഒഫീഷ്യൽ ലാംഗ്വേജ് ആയിട്ട് യൂസ് ചെയ്യാം എന്ന് പറയുന്നുണ്ട്. പിന്നീട് 1960s വന്നിട്ടുള്ള ഒഫീഷ്യൽ ലാംഗ്വേജസ് ആക്ട് അനുസരിച്ച് ഈ ഇംഗ്ലീഷിന്റെ കണ്ടിന്യൂസ് യൂസേജിന് ഒരു ലീഗൽ ബാക്കിംഗ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോഴും നമ്മൾ ഒഫീഷ്യൽ ലാംഗ്വേജ് ആയിട്ട് ഇംഗ്ലീഷും കൂടി യൂസ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ 8th ഷെഡ്യൂളിനകത്ത് നിലവിൽ 22ഓളം ലാംഗ്വേജസ് ഈ ഷെഡ്യൂൾഡ് ലാംഗ്വേജസ് ആയിട്ട് അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ ലിസ്റ്റ് ഔട്ട് ചെയ്യുന്ന ലാംഗ്വേജസ് ആയിട്ട് ഇന്ത്യയിൽ
ഒഫീഷ്യൽ ലാംഗ്വേജസ് ആയിട്ട് റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് ഈ നിലവിൽ പ്രസന്റ്ലി 22 ലാംഗ്വേജസ് ആണ് ഉള്ളത്. അപ്പോൾ ഈ 22 ലാംഗ്വേജസിനും കോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടുള്ള സ്റ്റാറ്റസ് ഉണ്ട്, അതുപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊട്ടക്ഷൻ ഉണ്ടെന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ആർട്ടിക്കിൾ 350A 1956 7th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റിന്റെ സമയത്ത് ഈ ലിംഗ്വിസ്റ്റിക് ബേസിസിലുള്ള സ്റ്റേറ്റുകളെ ഫോം ചെയ്യുന്ന സമയത്ത് 1956 സ്റ്റേറ്റ്സ് റീഓർഗനൈസേഷന്റെ സമയത്ത് വന്നിട്ടുള്ളതാണ് ആർട്ടിക്കിൾ 350A. അപ്പോൾ ആർട്ടിക്കിൾ 350A പറയുന്നത് ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റീസിന്റെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ്. അതായത് ഒരു സ്റ്റേറ്റിനകത്തുള്ള ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റി പെടുന്ന ആളുകൾക്ക് അവരുടെ പ്രൈമറി എഡ്യൂക്കേഷൻ അവരുടെ മദർ ടങ്കിൽ തന്നെ കൊടുക്കാൻ വേണ്ടിയിട്ട് സ്റ്റേറ്റ് ശ്രമിക്കണം എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ 1963 നേരത്തെ സൂചിപ്പിച്ച ഒഫീഷ്യൽ ലാംഗ്വേജസ് ആക്ട്, ഈ ഒഫീഷ്യൽ ലാംഗ്വേജസ് ആക്ട് അനുസരിച്ച് ഹിന്ദി അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ലാംഗ്വേജിന് ഒഫീഷ്യൽ ലാംഗ്വേജ് സ്റ്റേറ്റിന്റെ ഒഫീഷ്യൽ ലാംഗ്വേജ് ആയിട്ട് ഇംഗ്ലീഷിന്റെ കൂടെ ഉപയോഗിക്കാമെന്നും, അതുപോലെ തന്നെ ഇന്ത്യയിലെ സുപ്രീം കോർട്ടിലെയും ഹൈക്കോർട്ടിലെയൊക്കെ ലാംഗ്വേജുകൾ ബേസിക്കലി ഇംഗ്ലീഷ് ആയിരിക്കും എന്നൊക്കെ ഈ ഒഫീഷ്യൽ ലാംഗ്വേജ് ആക്ടിനും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസിലൊക്കെ പറയുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് വൺ നേഷൻ വൺ ഇലക്ഷൻ ആണ്. സോ ഇന്ത്യൻ എക്സ്പ്രസിന്റെ പേജ് 5 ഇതിനെക്കുറിച്ചൊരു ഒരു ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതായത് ഈ വൺ നേഷൻ വൺ ഇലക്ഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റിനെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി, അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുന്നതിന് വേണ്ടി നമ്മുടെ മുൻ പ്രസിഡന്റ് ആയിരുന്ന രാംനാഥ് കോവിന്ദിന്റെ നേതൃത്വത്തിൽ ഒരു ഹൈ പവർഡ് കമ്മിറ്റിനെ സെൻട്രൽ ഗവൺമെന്റ് റീസെന്റ് അപ്പോയിന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കമ്മിറ്റി ഇതിനെക്കുറിച്ചിട്ടുള്ള പൊതുജനാഭിപ്രായം അറിയുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ജനുവരി 15 വരെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജനുവരി 15 വരെ ജനങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം അറിയിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതും ഈ GS പേപ്പർ 2 പൊളിറ്റി ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു ടോപ്പിക്കാണ്. അപ്പോൾ എന്താണ് വൺ നേഷൻ വൺ ഇലക്ഷൻ എന്ന് മനസ്സിലാക്കുക. വൺ നേഷൻ വൺ ഇലക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്കറിയാം ഇന്ത്യയിൽ ലോക്സഭാ ഇലക്ഷൻസ്, അതായത് ലോക്സഭാ ജനറൽ ഇലക്ഷൻസും സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലീസിലേക്കുള്ള ഇലക്ഷൻസും ഡിഫറൻറ്റ് ടൈം പീരിയഡിലാണ് നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ ഈ ഇലക്ഷൻ സൈക്കിൾ എന്ന് പറയുന്നത് എല്ലാ സമയത്തും ഉണ്ടാവാറുണ്ട്. അതായത് ഡിഫറൻറ്റ് സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലീസിലേക്ക് ഡിഫറൻറ്റ് ടൈം പീരിയഡിൽ ഇലക്ഷൻ നടക്കും. ലോക്സഭാ ഇലക്ഷനും ചില സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്കുള്ള ഇലക്ഷൻസും ഒരുമിച്ച് നടക്കുകയും ചെയ്യും. അപ്പോൾ ഇത് ഒരു പ്രാക്ടിക്കൽ ഡിഫിക്കൽറ്റി ആയതുകൊണ്ടാണ് ഈ വൺ നേഷൻ വൺ ഇലക്ഷൻ എന്നുള്ള ഒരു കൺസെപ്റ്റ് പറയുന്നത്. അപ്പോൾ അതിനകത്ത് പറയുന്നത് സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്കും ലോക്സഭയിലേക്കുള്ള ഇലക്ഷൻ സൈമൾട്ടേനിയസ് ആയിട്ട് ഒരു ഒറ്റ ഫേസിൽ ഒരുമിച്ച് നടത്തണം എന്നുള്ളതാണ് ഈ വൺ നേഷൻ വൺ ഇലക്ഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് നമുക്ക് വൺ നേഷൻ വൺ ഇലക്ഷൻ വേണമെന്ന് പറയുന്നത്? ഇതിന്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് കോസ്റ്റ് എഫിഷ്യൻസിയാണ്. കോസ്റ്റ് എഫിഷ്യൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നീതി ആയോഗിന്റെ ഒക്കെ ഒരു റിപ്പോർട്ട് അനുസരിച്ച് നമ്മുടെ ഇന്ത്യയിൽ ഈ ഡിഫറൻറ്റ് ആയിട്ട് ഇലക്ഷൻസ് നടക്കുന്നുണ്ട്, പല സമയത്തായിട്ട് ഇലക്ഷൻ നടക്കുന്നുണ്ട്. ഇന്ത്യയിലെ ഓവറോൾ ഇലക്ഷൻ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് പെർ സിറ്റിസണ് ഏകദേശം 10 രൂപ വരെയാണ് ഈ എക്സ്പെൻഡിച്ചർ വരുന്നത്. അപ്പൊ ഇത് ഇത് സിങ്ക്രണൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പകുതിയായിട്ട് കുറക്കാൻ പറ്റും എന്നാണ് നീതി ആയോഗ് പറയുന്നത്. അതുപോലെ തന്നെ അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസ് എന്ന് പറയുന്ന NGOയുടെ കണക്കുകൾ അനുസരിച്ച് 2019 ലോക്സഭാ ഇലക്ഷനിൽ ഏകദേശം 60,000 കോടി രൂപ ഇന്ത്യയിലെ ഇലക്ഷൻ എക്സ്പെൻഡിച്ചേഴ്സ് ആയിട്ട് ഡിഫറെന്റ് പൊളിറ്റിക്കൽ പാർട്ടീസ് സ്പെൻഡ് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഇലക്ഷൻ കോസ്റ്റ് ഗവൺമെന്റിന്റെ സൈഡിൽ നിന്നാണെങ്കിലും പൊളിറ്റിക്കൽ പാർട്ടീസിന്റെ സൈഡിൽ നിന്നാണെങ്കിലും ഉള്ള കോസ്റ്റ് ഒരു പരിധി വരെ കുറക്കാൻ പറ്റും. അതുപോലെ തന്നെ കുറച്ചും കൂടി ഗവൺമെന്റുകൾക്ക് ഈ ഡെവലപ്മെന്റിൽ കുറച്ചും കൂടി ഫോക്കസ് ചെയ്യാൻ പറ്റും. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഇടയ്ക്കിടയ്ക്ക് ഇലക്ഷൻ സൈക്കിൾസ് വരുന്നതുകൊണ്ട് തന്നെ പൊളിറ്റിക്കൽ പാർട്ടീസ് അവരുടെ ഭരണം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് ഇലക്ഷൻസിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യും. അപ്പോൾ ഇത് ഡെവലപ്മെന്റൽ ആക്ടിവിറ്റീസിനെ നെഗറ്റീവ്ലി അഫക്ട് ചെയ്യും. അപ്പോൾ ഒരു സസ്റ്റൈൻഡ് ആയിട്ടുള്ള പോളിസി ഇംപ്ലിമെന്റേഷൻ ഒക്കെ ഇത് സഹായിക്കും എന്ന് പറയാം. മറ്റൊന്ന് വോട്ടേഴ്സിന്റെ കൺവീനിയന്റ് ആണ്. ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ കേരളത്തിന് ഒരു എക്സാമ്പിൾ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ കേരളത്തിൽ 2019 ലോക്സഭാ ഇലക്ഷൻ നടക്കുന്നത്, 2021 നിയമസഭാ ഇലക്ഷൻ നടക്കുന്നു, അതിൻ്റെ ഇടയ്ക്ക് ഒരു ലോക്കൽ സെൽഫ് ഗവേണിംഗ് ബോഡീസിന്റെ ഇലക്ഷൻ നടക്കുന്നുണ്ട്. സോ ഇത് 3 സമയത്തായിട്ടാണ് മിക്ക സ്റ്റേറ്റുകളിലും നടക്കുന്നത്. അപ്പോൾ അതിന് പകരം ഇതൊരൊറ്റ പ്രാവശ്യം കൊണ്ട് ഈ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്കുള്ളതും ലോക്സഭയിലേക്കുള്ള ഇലക്ഷൻ ഒരുമിച്ച് നടക്കുന്നു എന്നുള്ളതുകൊണ്ട് തന്നെ വോട്ട് ചെയ്യാൻ ആളുകളെ കൂടുതൽ പ്രേരിപ്പിക്കാൻ ഇത് സഹായിക്കും എന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ കുറച്ചും കൂടി സ്റ്റേബിൾ ആയിട്ടുള്ള പോളിസി എൻവയോൺമെന്റ് ഇത് ക്രിയേറ്റ് ചെയ്യും. അതായത് ഗവൺമെന്റുകൾക്ക് ഓരോ സ്റ്റേറ്റ് ഇലക്ഷൻ വരുന്ന സമയത്തും ഇപ്പോൾ സെൻട്രൽ ഗവൺമെന്റ് ആണെങ്കിലും അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റുകളാണെങ്കിലും എന്ത് ചെയ്യേണ്ടി വരും, ഈ ഇലക്ഷൻസിനകത്തുള്ള വോട്ടിംഗ് പാറ്റേൺ അഫക്ട് ചെയ്യുമെന്ന് വിചാരിച്ചിട്ട് അവരുടെ പോളിസീസിനെ അവർക്ക് കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. കൂടുതൽ പോപ്പുലർ ആയിട്ടുള്ള അല്ലെങ്കിൽ പോപ്പുലിസ്റ്റിക് ആയിട്ടുള്ള പോളിസീസ് ഇംപ്ലിമെന്റ് ചെയ്യാൻ പലപ്പോഴും അവർ നിർബന്ധിതരാവാറുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കിയിട്ട് 5 വർഷത്തിൽ ഒരിക്കൽ മാത്രം ഇലക്ഷൻ നടക്കുന്നു എന്നുള്ളതുകൊണ്ട് തന്നെ കുറച്ചും കൂടി സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു പോളിസി എൻവയോൺമെന്റ് അത് ക്രിയേറ്റ് ചെയ്യും. അതുപോലെ തന്നെ ഈ ഹോഴ്സ് ട്രേഡിങ്, പൊളിറ്റിക്കൽ ഹോഴ്സ് ട്രേഡിങ്ങിനെ ഒരു പരിധിവരെ നിർത്തലാക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. ഇനി ഇതിന്റെ ചില ചാലഞ്ചസ് ആയിട്ട് അല്ലെങ്കിൽ ഡിസഡ്വാൻറ്റേജസ് ആയിട്ട് പറയുന്ന കാര്യങ്ങൾ, ഒന്ന്, ഇത് വളരെ വലിയൊരു ലോജിസ്റ്റിക്കൽ ചാലഞ്ച് ഗവൺമെന്റിന് മുന്നിൽ അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷന് മുന്നിൽ ക്രിയേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. കാരണം ഓൾറെഡി നമ്മുടെ ഇന്ത്യയിലെ ലോക്സഭാ ഇലക്ഷൻ നടക്കുന്നത് 6ഉം 7ഉം ഫേസുകളായിട്ടാണ്. കാരണം അത്രയും വലിയൊരു ലോജിസ്റ്റിക്കൽ ഹഡിലാണിത്. കാരണം ഇന്ത്യയുടെ വോട്ടേഴ്സിന്റെ എണ്ണം എന്ന് പറയുന്നത് അത്ര കൂടുതലാണ്. അപ്പോൾ ഇത് ലോക്സഭയിലേക്കും സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്കുള്ള ഇലക്ഷൻ ഒരുമിച്ച് നടത്തുന്ന സമയത്ത് ഈ
ഇലക്ഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കേണ്ട ഉദ്യോഗസ്ഥരുടെ എണ്ണം, അതിന് വേണ്ട കോർഡിനേഷൻ, അതിനുള്ള പോളിംഗ് ഷെഡ്യൂൾസ്, ഇതൊക്കെ ക്രിയേറ്റ് ചെയ്യുന്ന പറയുന്നത് ഹൈലി കോംപ്ലക്സ് ആയിട്ട് മാറും. അത് വലിയൊരു ലോജിസ്റ്റിക്കൽ ബേർഡൻ ആയിട്ട് മാറുന്നുള്ളൊരു പ്രശ്നമുണ്ട്. മറ്റൊന്ന്, നമ്മൾ ലോക്സഭാ ഇലക്ഷനിലും സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി ഇലക്ഷൻസിലും ഡിസ്കസ് ചെയ്യപ്പെടുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങൾ എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും ഒന്നായിരിക്കില്ല. അപ്പോൾ ലോക്സഭാ ഇലക്ഷനിൽ അത് കുറെ കൂടി നാഷണൽ ഇഷ്യൂസ് ആണെങ്കിൽ, ദേശീയ തലത്തിലുള്ള ഇഷ്യൂസ് ആണെങ്കിൽ, സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി ഇലക്ഷൻസിൽ അത് കുറച്ചും കൂടി സ്റ്റേറ്റ് സ്പെസിഫിക് ആയിട്ടുള്ള ഇഷ്യൂസ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ലോക്സഭാ ഇലക്ഷൻസും സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി ഇലക്ഷൻസും ഒരുമിച്ചാക്കി കഴിഞ്ഞാൽ ഈ റീജിയണൽ ഇഷ്യൂസ് അണ്ടർമൈൻ ചെയ്യപ്പെടും. റീജിയണൽ ഇഷ്യൂസിന് അത്രയധികം പ്രാധാന്യം കിട്ടില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അതുപോലെ തന്നെ റീജിയണൽ പാർട്ടീസ് ഇറലവൻ്റ് ആയിട്ട് മാറാനുള്ള ചാൻസും ഉണ്ട്. കാരണം നാഷണൽ പാർട്ടീസ് ഡോമിനേറ്റ് ചെയ്യാൻ തുടങ്ങും. ഈ നാഷണൽ പാർട്ടീസുമായിട്ട് കോമ്പീറ്റ് ചെയ്യാനുള്ള ഫിനാൻഷ്യൽ കപ്പാസിറ്റി ഒന്നും ഒരിക്കലും റീജിയണൽ പാർട്ടീസിന് ഉണ്ടാവില്ല. അതുപോലെ തന്നെ ഇത് കോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടുള്ള ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. അതായത് ഇപ്പോൾ നമ്മൾ വൺ നേഷൻ വൺ ഇലക്ഷൻ എന്നുള്ളത് ഇന്ത്യയിൽ ഒഫീഷ്യലി നോക്കിക്കഴിഞ്ഞാൽ തുടക്കത്തിൽ ഇങ്ങനെയായിരുന്നു. 1952 57 ഇലക്ഷൻ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്കും അതുപോലെ തന്നെ ഇന്ത്യൻ പാർലമെന്റിലേക്കും അല്ലെങ്കിൽ ലോക്സഭയിലേക്കും ഒരുമിച്ചാണ് നടത്തിയിട്ടുള്ളത്. പക്ഷേ ഇത് പിന്നീട് ഈ ഒരു ഒരുമിച്ച് പോകുന്ന ഈ ഒരു സൈക്കിളിനകത്തൊരു സ്പ്ലിറ്റ് വരുന്നത് ഇന്ത്യയിലെ പല സ്റ്റേറ്റുകളിലും, എസ്പെഷ്യലി കേരളം പോലുള്ള സ്റ്റേറ്റുകളിലൊക്കെ പിന്നീട് ഇടയ്ക്ക് പ്രസിഡൻസ് റൂൾ വന്ന് സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി ഡിസോൾവ് ചെയ്യപ്പെട്ടപ്പോഴാണ്. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വീണ്ടും സംഭവിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അതായത് നോർമലി ഇന്ത്യയിൽ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി ആണെങ്കിലും ലോക്സഭയുടെ ആണെങ്കിലും നോർമൽ ടെന്യൂർ എന്ന് പറയുന്നത് 5 വർഷമാണ്. അതായത് ഇലക്ഷൻ കഴിഞ്ഞ് പുതിയ സഭയുടെ ഫസ്റ്റ് സെഷൻ നടക്കുന്നത് എന്നാണോ ആ സെഷൻ തൊട്ട് 5 years ആണ് ഇവരുടെ ടെന്യൂർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ 5 years ടെന്യൂർ പൂർത്തിയാക്കുന്നതിന് മുമ്പ് ഇപ്പോൾ ഒരു സ്റ്റേറ്റിൽ പ്രസിഡൻസ് റൂൾ വന്ന് അവിടുത്തെ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി പിരിച്ചുവിടപ്പെട്ടു എന്ന് വെച്ചു ഒരു വർഷം കഴിയുന്ന സമയത്ത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പിന്നീട് ആ സ്റ്റേറ്റിലേക്കുള്ള ഇലക്ഷൻ അപ്പം നടത്തുകയാണെങ്കിൽ എന്ത് വേണ്ടി വരും? ആ പുതിയ ഇലക്ഷനിൽ ഇലക്ട് ചെയ്യപ്പെടുന്ന ബോഡിക്ക് 5 വർഷം വീണ്ടും ടെന്യൂർ കൊടുക്കേണ്ടി വരും. അപ്പോൾ ഈ ഒരു ഒരുമിച്ചുള്ള ഇലക്ഷൻ ബ്രേക്ക് ആവും. ഓക്കെ, അതല്ലെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും? അടുത്ത 5 വർഷം ഈ ബാക്കി കംപ്ലീറ്റ് ആ 4 years കൂടി കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം ലോക്സഭയിലേക്കുള്ള ഇലക്ഷൻ്റെ കൂടെ നടത്തേണ്ടി വരും. അപ്പോൾ ആ അടുത്ത 4 വർഷത്തേക്ക് ഇവിടെ ഇലക്റ്റഡ് ലെജിസ്ലേറ്റീവ് അസംബ്ലി ഇല്ലാത്തൊരവസ്ഥ വരും. ഓക്കെ, അതുപോലെ തിരിച്ചും സംഭവിക്കാം. ഇപ്പോൾ ലോക്സഭയിലേക്ക് ഇലക്ഷൻ കഴിഞ്ഞിട്ട് ഒരു പൊളിറ്റിക്കൽ പാർട്ടിക്കും ഭൂരിപക്ഷം കിട്ടാതിരുന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അപ്പോൾ വീണ്ടും ഇലക്ഷൻ നടത്തുമോ? അതല്ലെങ്കിൽ അടുത്ത 4 വർഷം അടുത്ത 5 വർഷത്തേക്ക് വെയിറ്റ് ചെയ്യണോ? സോ ഇപ്പോൾ ഇത്തരത്തിലുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടുള്ള ചില ക്രൈസിസുകൾ ഇത് ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ അതിനെ മറികടക്കണമെങ്കിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ നിലവിലുള്ള സിസ്റ്റത്തിനകത്ത് വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരേണ്ട ആവശ്യം ഉണ്ടാവും. അതുപോലെ തന്നെ ഇന്ത്യയിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഇലക്ഷൻസ് ഒരുമിച്ച് നടന്നു കഴിഞ്ഞാൽ സംസ്ഥാനങ്ങളുടെ താല്പര്യങ്ങൾ അണ്ടർമൈൻ ചെയ്യപ്പെടുന്നു എന്നുള്ള ഒരു പ്രശ്നവും ഉണ്ടെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇനി ഇതിനുള്ള ഒരു വേ ഫോർവേഡ് ആയിട്ട് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ, ഈ ഒരു ഇഷ്യൂവിനുള്ള വേ ഫോർവേഡ് ആയിട്ട് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ, ഒന്ന് ഇതൊരു ഗ്രാജുവലായിട്ട് ഒരു ഫേസ്ഡ് മാനറിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അതായത് ആദ്യം ഈ പറയുന്ന അസംബ്ലിയുടെ ടേം കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്ന അസംബ്ലീസിൽ ഇങ്ങനെ ഒരുമിച്ച് ഇലക്ഷൻസ് നടത്തിയിട്ട് ആ രീതിയിൽ നടപ്പിലാക്കാൻ പോവുക. അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള സ്റ്റേക്ക് ഹോൾഡേഴ്സുമായിട്ട് കൂടുതൽ കൺസൾട്ടേഷൻ നടക്കുക, കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ് ചെയ്യുക, ഇലക്ഷൻ കമ്മീഷൻ്റെ കപ്പാസിറ്റീസ് ഇംപ്രൂവ് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടും അതുപോലെ തന്നെ പബ്ലിക് ഡിസ്കോഴ്സിലൂടെയും ജനങ്ങളുടെ കൂടെ അഭിപ്രായമൊക്കെ അറിഞ്ഞതിന് ശേഷം മാത്രം ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഈ പ്രശ്നത്തിനുള്ള ഒരു സൊല്യൂഷനായിട്ട്, ഒരു വേ ഫോർവേഡ് ആയിട്ട് പറയാനുള്ളത്. സോ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഡെയിലി ന്യൂസ് അനാലിസിനകത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത്. താങ്ക് യു ഓൾ.